നമ്മൾ ഇന്ന് കാണുന്ന കസ്റ്റമർ ഒരിക്കലും ഒരു സ്ട്രീറ്റ് ജേർണിയിലല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത്. നൈക്കി സെൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷൂസ് എന്നാണ് പലരും പറയുക. ആപ്പിൾ സെൽസ് എക്സലൻസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറയിലെന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. ഇപ്പം പറയില്ല, മലയാളത്തിൽ പറയില്ല, ഞാൻ പോലും അറിയാതെ നമ്മൾ അധോലോകമായി എന്ന് പറയുന്ന പോലെ ഒരു സംഭവമായിരുന്നു. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു 10 പേര് നമുക്കൊരു ഹെയ്റ്റ് ഇമെയിൽ അയക്കുമെങ്കിലും 11ാമത്തെ ഒരാൾ നമുക്കൊരു ഇമെയിലോ മെസ്സേജ് അയക്കും സെയിങ് ദാറ്റ് യു സേവ്ഡ് മൈ ലൈഫ്. സ്വദേശ് കണ്ടു, SRKന്റെ, അങ്ങനെയാണ് ഇൻസ്പയർ ആയത്. അപ്പം എനിക്കും തോന്നി നാട്ടിലോട്ട് തിരിച്ചു വരണം. ഞാൻ എപ്പോഴും പറയും, മാർക്കറ്റിംഗ് ഇസ് ഹാഫ് ആർട്ട് ആൻഡ് ഹാഫ് മാത്ത്. നമസ്കാരം, ഞാൻ അശ്വിൻ. എൻട്രി എലിവേറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. ഒരു സ്റ്റാർട്ടപ്പ് മെന്റർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട്, ബ്ലോഗർ അങ്ങനെ പല റോളിൽ വർക്ക് ചെയ്തിട്ടുള്ള മണി കാർത്തിക്. വെൽക്കം മണി കാർത്തിക്. വെൽക്കം. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. പ്ലഷർ ടു ബി ഹിയർ. ഞാൻ മണി കാർത്തിക്കിനെ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലുള്ളൊരു വീഡിയോയിലൂടെയാണ്. ഓക്കെ. സോ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഹീസ് നോട്ട് ജസ്റ്റ് ക്രിയേറ്റർ, എന്തോ ഒരു എക്സ്പീരിയൻസുള്ള ആളാണെന്ന് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാനൊന്ന് ഡിഗ് ചെയ്ത് നോക്കുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ കാണുന്നത്. സോ ഗ്രോത്ത് എക്സ്പേർട്ടാണ്, സ്റ്റോറേജ് സ്റ്റാർട്ടപ്സിനെ മെന്റർ ചെയ്യുന്നുണ്ട്, ബ്ലോഗറാണ്, ഡെവലപ്പറാണ്, ഒരുപാട് പാഷനുള്ള ആളാണ്. സോ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ അതിന് മുന്നേ എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യുന്നു? അതെനിക്കറിയില്ല, മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് സത്യം. എനിക്കൊന്ന് ഒരുപാട് ഇൻട്രസ്റ്റുകളുള്ള ആളെല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു അത്രേ ഉള്ളൂ. നമ്മളൊരു പാഷനായിട്ട് തുടങ്ങുമ്പോഴേക്കും അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു പോകുന്നു. ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലോ എല്ലാം ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലത് ചീറ്റിപ്പോവും, ചിലത് സക്സസ്ഫുൾ ആവും. സക്സസ്ഫുൾ ആവുന്നത് മാത്രമേ മറ്റുള്ളവർ കാണുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പതുക്കെ സൈഡിലോട്ടാക്കും. ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, എങ്ങനെ തുടങ്ങി എന്നുള്ളതാണല്ലോ ചോദ്യം. അത് ഈ പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പത്തിലെ വളരെ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. നമ്മളൊരു ഈ .com ബബിളൊക്കെ ഉള്ള ആ ഒരു സമയത്ത്, ലേറ്റ് 90s എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് തന്നെ ഇൻ്റർനെറ്റിനോടുള്ള ഒരു വന്ന സമയത്തുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്മിറ്റൻ ബൈ ദ ഇൻ്റർനെറ്റ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് വന്നത്. ഇതിലോട്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്തിലോട്ടാണെന്നുള്ളത് പോലും അറിയില്ലായിരുന്നു. എന്തിലോട്ടോ, കാരണം ഇന്റർനെറ്റ് എന്നുള്ള ഒരു സംഭവം ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളതാണെന്നുള്ളത് നമുക്ക് ആദ്യമേ മനസ്സിലായി. അങ്ങനെ നമ്മൾ അതിലോട്ട് എടുത്തു ചാടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, സ്വന്തമായിട്ട് ഫോറംസും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ലോങ് സ്റ്റോറി ഷോർട്ട്, ഞാനൊരു ബ്ലോഗ് തുടങ്ങിയിരുന്നു, ഡെയിലി SEO ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് 2005-07 ആ സമയത്ത്. അങ്ങനെയാണ് ഞാൻ ഈ SEO എന്നുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇതാണല്ലോ SEO എന്ന് പറയുന്നത്, അതിലോട്ട് വരുന്നത്. അപ്പം ഞാൻ അത്രയും നാളുള്ള എൻ്റെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത കഥകളും അതിലുള്ള എക്സ്പീരിയൻസസും അതിലുള്ള എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ബ്ലോഗിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പലരും എന്നെ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് പുറത്തുനിന്നുള്ള US, UK എന്നുള്ള. അങ്ങനെയാണ് ഞാനൊരു പ്രൊഫഷണലി ഇത് വയബിൾ ആണ് എന്ന് മനസ്സിലാക്കിയതും ഇതിലോട്ട് വരുന്നതും SEO ഇന്ന് കൂടെ. അതിന് മുന്നേ കുറച്ച് നാളോട് ബാക്കോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ പോപ്പുലർ ആണ്, എല്ലാവർക്കും അറിയാം, എന്താണെന്ന് അറ്റ്ലീസ്റ്റ് അറിയാം. പക്ഷെ ആ ഒരു കാലഘട്ടം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നല്ലോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, ഈ പറഞ്ഞ എക്സിസ്റ്റ് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡ്രൈവ് വരെ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അതായത് കമ്പ്യൂട്ടർ പോലും ഇല്ല. അപ്പൊ എങ്ങനെ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നതാണെന്നുള്ളത് നമുക്കറിയില്ല. SEO അല്ലാത്തതിന് മുന്നേ തന്നെ ഞാൻ SEO തുടങ്ങി എന്നുള്ളതാണ് സത്യം. പക്ഷെ എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഇപ്പം പറയില്ല, മലയാളത്തിൽ പറയില്ല, ഞാൻ പോലും അറിയാതെ നമ്മൾ അധോലോകമായി എന്ന് പറയുന്ന പോലെ ഒരു സംഭവമായിരുന്നു. വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കിക്ക്. അതായത് ഞാൻ നമുക്കിഷ്ടമുള്ള കുറേ മൂവി സ്റ്റാർസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഫാൻ പേജസ് തുടങ്ങി. സ്വന്തമായിട്ട് HTML നോട്ട് പാഡിൽ ഹാൻഡ് കോഡ് ചെയ്തിട്ട് HTML ബുക്കൊക്കെ വാങ്ങിച്ച് പഠിച്ച്, അന്ന് ഓൺലൈനൊന്നും അങ്ങനെ അവൈലബിൾ അല്ല, കാരണം വളരെ സ്ലോ ആയിട്ടുള്ള ഇന്റർനെറ്റ് ഒക്കെ. അപ്പോൾ തന്നെ പഠിച്ച് ഹാൻഡ് കോഡ് ചെയ്ത് വെബ്സൈറ്റുകൾ ഉണ്ടാക്കി. അതിൽ നിന്ന് ആൾക്കാർ വന്നു, ട്രാഫിക് പതുക്കെ അതിൽ കിട്ടി, ചില മിസ്റ്റേക്സുകൾ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്താൽ പോപ്പുലർ ആവും എന്നൊക്കെയുള്ളത് അന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പം നമ്മൾ പറയുമല്ലോ, പേജ് ടൈറ്റിൽ ചെയ്യണം, മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും അന്ന് അറിയാത്ത കാലത്ത് പോലും നമ്മളിതൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസസ് ഒരു നാച്ചുറലായിട്ട് വന്നതാണ്, കാരണം സർവൈവ് ചെയ്യണമല്ലോ. അന്ന് ആഡ്സെൻസ് ഒരു ഭയങ്കര ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരുന്നു. ഗൂഗിൾ ആഡ്സെൻസ്, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ അറിഞ്ഞതിന് ശേഷം പൈസ ഉണ്ടാക്കിയേ മതിയാവൂ എന്നുള്ളൊരു ത്വരയോടുകൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്സ്, എൻ്റെ കുറേ വെബ്സൈറ്റുകളൊക്കെ ബാനൊക്കെ ആയി കിട്ടിപ്പോയിട്ടുണ്ട് ആഡ്സെൻസിൽ. അത് പുറത്ത് പറയുന്നില്ല, കാരണം എനിക്ക് പോലും അറിയില്ല ഏതൊക്കെയാണ് വെബ്സൈറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറേ പഠിക്കും. എന്ത് ചെയ്താൽ ബാൻ കിട്ടും, എന്ത് ചെയ്താൽ SEO ഗൂഗിളിൽ ഫസ്റ്റ് വരും, എന്ത് ചെയ്താൽ വരില്ല, കണ്ടന്റിന്റെ ലെങ്ത് എത്ര വേണം,
എങ്ങനെ എഴുതണം, ഇമേജ് എന്ത് ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ പഠിച്ചു വരുന്നതാണ്. പിന്നീട് ഇത് ഷെയർ ചെയ്തപ്പോഴാണ്, ഈ ഡെയിലി SEO ബ്ലോഗിൽ ഷെയർ ചെയ്തപ്പോഴാണ് ഇത് ആൾക്കാരെ മനസ്സിലാക്കുന്നതും അവർക്കത് വാല്യുബിൾ ആയിട്ട് തോന്നി. അപ്പോൾ പലരും നമുക്ക് ഹെൽപ്പ് ചോദിച്ച് ഇങ്ങോട്ട് വരാൻ തോന്നി. അപ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ SEO എന്നൊരു സംഭവം ഉണ്ടല്ലേ എന്നുള്ളത്. അപ്പോഴാണ് മോസ് എന്ന് പറഞ്ഞിട്ട് റാൻ ഫിഷ്കിൻ്റെ ഓണർഷിപ്പിൽ 2007-8 ടൈമിലൊക്കെ US SEO ഒരു മൂവ്മെൻ്റ് ആയിട്ട് പോപ്പുലറായിട്ട് വരാൻ തുടങ്ങി. ഗൂഗിൾ സെർച്ച് ടീം, വെബ് സ്പാം ടീം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അവരുടെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ആയിരുന്നു. ഇവിടെ നിന്നുകൊണ്ട് അവിടെ വരെ എത്താൻ പറ്റുന്ന റിയലൈസ് ചെയ്യാണ്. അത് ഭയങ്കരമായിട്ടുള്ള റിയലൈസേഷൻ ആയിരുന്നു. കാരണം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ബ്ലോഗിങ്ങിന്റെ ഇപ്പൊ പലരും ചോദിക്കും എന്ത് എഴുതിയാലാണ് ബ്ലോഗ് സക്സസ്ഫുൾ ആവുന്നതെന്ന് ചോദിക്കും. എനിക്കന്ന് ബ്ലോഗ് എഴുതുക എന്നുള്ളതല്ലായിരുന്നു, ഇതിന്റെ റീച്ച് ഉണ്ട്. നമ്മൾ ഇന്ന് എഴുതുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും എഴുതുന്നു. അപ്പം എല്ലാ ദിവസവും എഴുതണമെന്നുള്ളതല്ല എൻ്റെ ഡ്രൈവ്. എങ്ങനെ എന്ത് എഴുതിയാൽ ആൾക്കാരുടെ റെസ്പോൺസ് കിട്ടും, അല്ലെങ്കിൽ കൊമന്റ്സ് കിട്ടും, എന്ത് ടോപ്പിക്കാണ് പോപ്പുലർ, ഇതൊക്കെയായിരുന്നു നമ്മുടെ റിസർച്ച് ടോപ്പിക്സ്. അപ്പൊ അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും പഠിച്ച് എഴുതിയാണ് ഈ ഒരു ലെവലിലോട്ട് എത്തിയത്. അന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളത്. അങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ ടെഡെക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സൂയിസൈഡുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളിന്റെ ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫാസിനേറ്റിംഗ് ആയി തോന്നി. നമ്മുടെ ഓഡിയൻസിനോട് ജസ്റ്റ് ഒന്ന് അനുഭവം എന്ന് പറയാം. അത് എൻ്റെ ഒരു ഫ്രണ്ട് വാസ് ഗോയിങ് ത്രൂ എ ബാഡ് ടൈം. അപ്പോൾ ഞാൻ അവർക്ക് ഒരു ഓപ്പൺ ലെറ്റർ എന്നോണം, അന്ന് എനിക്ക് moneykarthik.com എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട്, എൻ്റെ പേഴ്സണൽ ബ്ലോഗാണ്. വേർ ഐ റൈറ്റ് അബൌട്ട് എവറി റാൻഡം തിങ് ദാറ്റ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ. എനിക്കിഷ്ടമുള്ളത്. ഇപ്പം ഐഫോൺ വരുമ്പം അതിൻ്റെ ഒരു റിവ്യൂ, അല്ലെങ്കിൽ ഒരു മൂവി ഇറങ്ങുമ്പോൾ അതിൻ്റെ റിവ്യൂ, പിന്നെ അതേപോലെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് റിവ്യൂസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതും. അത് നിർബന്ധമായിട്ട് എല്ലാവരും വായിക്കണമെന്നൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടൊന്നും വേണം, ഞാൻ ഒരു ജേർണൽ പോലെ, നമ്മളൊരു ഡയറി എഴുതുന്ന പോലെ ഡെയിലി അങ്ങനെ എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി വന്നപ്പോഴേക്കുമാണ് ഞാനൊരു ഓപ്പൺ ലെറ്റർ ഐ റോട്ട് ടു ദിസ് പേഴ്സൺ, വിച്ച് ഞാൻ എൻ്റെ ഒരു ഹാർട്ട് അതിലോട്ട് പോർ ഔട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് അതിലോട്ട് എഴുതി. അതിലൊക്കെ കുറേ സ്വയറിങ് ഉണ്ടായിരുന്നു. അതിലൊരു എന്താ പറയുക, SEO അങ്ങനെ ഒന്നുമില്ല, സ്ട്രക്ചറോ ഒന്നുമില്ല, ചുമ്മാ ഒരു ഓപ്പൺ ലെറ്റർ. ഇത് ഞാൻ എഴുതി പബ്ലിഷ് ചെയ്തതിന് ശേഷം ഞാനിത് വിട്ടു. പക്ഷേ ഞാനിത് മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒരു മേ ബി ഒരു 3-4 months കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഹെയ്റ്റ് ഇമെയിൽസ് വരാൻ തുടങ്ങി. പീപ്പിൾ സെയിങ് you should go and die instead of writing this article, why did you write this article എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടൈറ്റിൽ വന്നിട്ട് 5 ഈസി ആൻഡ് പെയിൻലെസ് വേസ് ടു സൂയിസൈഡ് എന്നായിരുന്നു അതിൻ്റെ പേജ് ടൈറ്റിൽ. ഗൂഗിളിലും അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പോൾ ഗൂഗിളിൽ ഒത്തിരി പേര് ഈസി വേസ് ടു സൂയിസൈഡ്, ഹൗ ടു സൂയിസൈഡ് എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പം ഇത് ഫസ്റ്റ് വരുമായിരുന്നു, വിതൗട്ട് മീ പുട്ടിങ് എനി എഫേർട്ട് ഇൻ ടു ഇറ്റ്. പക്ഷേ ഈ ഇമെയിൽസ് വന്നപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തു ഇത് ഫസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു 10 പേര് നമുക്കൊരു ഹെയ്റ്റ് ഇമെയിൽ അയക്കുമെങ്കിലും 11ാമത്തെ ഒരാൾ നമുക്കൊരു ഇമെയിലോ മെസ്സേജ് അയക്കും സെയിങ് ദാറ്റ് യു സേവ്ഡ് മൈ ലൈഫ്. കാരണം അവർ they were contemplating about doing this particular thing, and reading this article pulled them out of it. കാരണം അത് ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ അത് റിവേഴ്സ് സൈക്കോളജി അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടാം, പക്ഷെ ചാടി നിങ്ങൾ ചത്തില്ല എന്നുണ്ടെങ്കിൽ, മരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും എന്നാൽ അവർ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം അത് ഒരാളെ രക്ഷിച്ചു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അതുകൊണ്ട് അതൊരു ഫാസിനേറ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി ആയിരുന്നു. അത് കുറേ നാളെ ഞാൻ വെച്ചു. പിന്നീട് എനിക്ക് മനസ്സിലായ പലരും അത് മിസ്ലീഡിങ് അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നുകൊണ്ട് ഞാൻ പിന്നെ അത് പുൾ ഓഫ് ചെയ്തതാണ്. ഹെഡിങ് മാത്രം വായിക്കുക. അതെ, നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ സ്കിമ്മിങ് എന്ന് പറയും. നമ്മൾ ഹെഡിങ് നോക്കും, സബ് ഹെഡിങ്സ് നോക്കും, എല്ലാം വായിച്ചു നോക്കില്ല. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു പ്രശ്നം വന്നുകൊണ്ട് ഞാനത് പിന്നീട് ഒഴിവാക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട ആൾക്കാർക്ക് എഴുതിയിട്ട്. പക്ഷേ ദാറ്റ്സ് എ ഗുഡ് ക്യാച്ച്, വെരി ഇൻട്രസ്റ്റിംഗ് ലേണിംഗ് ഫോർ മീ ആസ് വെൽ. അപ്പോൾ അതൊക്കെ US-ലേക്ക് മൂവിന് മുന്നേ ആയിരുന്നു? മുന്നേ US-ലോട്ട് മൂവ് ചെയ്യുന്നത് ഞാനൊരു 2009 എൻഡിലാണ്. അതിന് മുന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 2005 മുതൽ ഞാൻ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ആദ്യം ബ്ലോഗ് സ്പോട്ടിലായിരുന്നു. നമ്മൾ ഡൽഹിയിലൊരു മിസ്റ്റർ അമിത് അഗർവാൾ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, labnol.org എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് ബ്ലോഗിങ്ങിന്റെ ഇന്ത്യയിൽ തുടങ്ങി വെച്ചത് ശരിക്കും. അപ്പം അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. അത് പുള്ളിയുടെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു, ദ വീക്ക് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിനിൽ. അത് കണ്ടിട്ട് നമ്മൾ ആ സമയത്ത് ഈ മ്യൂസിക് ഷെയറിങ്ങും ജോക്സ് ഷെയറിംഗ് ഒക്കെയാണ് വെബ്സൈറ്റിൽ, അല്ലെങ്കിൽ മൂവി ആക്ടേഴ്സിന്റെയും ഫാൻ പേജസ് ഒക്കെ. അതിൽ നിന്ന് വലിയ വരുമാനമൊന്നുമില്ല. അപ്പൊ ഇവര് പൈസ ഉണ്ടാക്കുന്ന പ്രോജക്ട് അത്രേ ഉള്ളൂ. അപ്പൊ ഒരാൾ പൈസ ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോഴേക്കും ഞാൻ വിളിച്ചു എന്നാ പിന്നെ ഇത് തുടങ്ങാന്ന് വെച്ചാൽ അങ്ങനെ ബ്ലോഗിങ്ങിലോട്ട് വന്നതാണ്. എപ്പോഴാണ് US ഇങ്ങനെ സംഭവിക്കുന്നത്? US ഞാൻ പറഞ്ഞല്ലോ,
SEO പ്രോജക്ട്സ് ഇഷ്ടം പോലെ വരാൻ തുടങ്ങി. കാരണം ദാറ്റ് വാസ് എ വാല്യുബിൾ തിങ്. 2007-8 സമയത്തൊക്കെ SEO ബിക്കെയിം എ പെർട്ടിക്കുലർ തിങ് വെയർ US-ലുള്ള ആൾക്കാർക്ക് ഒത്തിരി ഹെൽപ്പ് വേണ്ടി വന്നു. ഔട്ട്സോഴ്സ് ചെയ്യാൻ തുടങ്ങി SEO പ്രോജക്ട്സ്. അപ്പം ഇന്ത്യയിലായിരുന്നു ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടും ടെക്നിക്കൽ നോളജ് ഉള്ളത് കൊണ്ടും ഇങ്ങോട്ടാണ് കൂടുതലും ഔട്ട്സോഴ്സ് ചെയ്തു വന്നത് SEO പ്രോജക്ട്സ്. സോ ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ്. ആൻഡ് ബിക്കോസ് ഐ ഹാഡ് എ ബ്ലോഗ്, ഡെയിലി SEO ബ്ലോഗ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് എനിക്ക് ആ ബ്രാൻഡ് വെച്ച് ലെവറേജ് ചെയ്യാൻ തുടങ്ങി. ഇഷ്ടംപോലെ ഇങ്ങോട്ട് കൺസൾട്ടേഷൻ ആയിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പം നമ്മൾ ഫൈവറിലൊക്കെ ഉള്ള പോലെ കുറേ ജോബ്സ്, മീനിയൽ ജോബ്സ് ആണ് ഔട്ട്സോഴ്സിങ്. കാരണം ഓൾവേസ് തിങ്കിങ് ഹാപ്പൻസ് ഫ്രം ദെയർ. ഇവിടെ എക്സിക്യൂഷൻ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അന്ന് എനിക്ക് ഒരു മന്ത്ലി $1,500 ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഒരു 1-2 years. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കുറേ ബ്രാൻഡ്സിന് വേണ്ടി, വലിയ വലിയ ബ്രാൻഡ്സിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് റാപ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ഷവർമ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഫുഡാണ്. അവിടുത്തെ ഒരു ചെയിൻ, ഫ്രാഞ്ചൈസി ചെയിനാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴേക്കും എൻ്റെ ഒരു 2 years 3 years ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ലയൻറ്റ് എനിക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ്, വുഡ് യു ലൈക്ക് ടു കം ടു US ടു റീസ്ട്രക്ചർ മൈ ടീം. അന്ന് ഗ്രേറ്റ് ഡിപ്രഷൻ കഴിഞ്ഞതിന് ശേഷം അവർ ഒരു റീസ്ട്രക്ചറിങ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഓക്കെ എന്ന് പറയുന്നു. അവർ H1B വിസ അറേഞ്ച് ചെയ്യുന്നു, ഞാൻ പോകുന്നു. അങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ സ്റ്റിൻറ്റ് ദുബൈയിലും ഉണ്ടായിരുന്നു, ഒരു 1 year. എത്തിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു US-ൽ? വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഓവർവെൽമിംഗ് ഫീലിംഗ് ആയിരിക്കുമല്ലോ ഒരു മലയാളി അവിടെ എത്തിച്ചെല്ലുമ്പോൾ? അതെ, അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു. കാരണം ഞാൻ കണ്ടിട്ടുള്ള US മൂവീസിലൂടെയാണല്ലോ. മൂവീസിലാണെന്ന് നമ്മൾ കൂടുതൽ അതിൽ കാണുന്ന, നമ്മൾ മറ്റേ MIB-യിലൊക്കെ കാണുന്ന പോലെ എല്ലാവരും കോട്ടും സൂട്ടൊക്കെ ഇട്ട് നടക്കുന്നു, വളരെ ബിസി ആയിട്ടുള്ള. അവർ കൂടുതലും ന്യൂയോർക്കൊക്കെ ആണല്ലോ മൂവീസിൽ കാണുന്നത്, സ്കൈ സ്ക്രേപ്പേഴ്സിനെ പറ്റി. പക്ഷെ ഞാൻ ലാൻഡ് ചെയ്യുന്നത് കാലിഫോർണിയയിലാണ്. കാലിഫോർണിയയിൽ ലാൻഡ് ചെയ്യുമ്പോഴേക്കും അവിടുത്തെ വൈബ് വേറെ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. വളരെ കാഷ്വൽ ആയിട്ടുള്ളത്. സ്കൈ സ്ക്രേപ്പേഴ്സ് ഇല്ലാന്ന് തന്നെ അവിടെ പറയാം. കാരണം അവിടെ ഈ എർത്ത് ക്വേക്ക് മേഖലയൊക്കെ ആയതുകൊണ്ട് ഉണ്ട് സ്കൈ സ്ക്രേപ്പേഴ്സ്, ന്യൂയോർക്ക് പോലെ ഇല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള US അല്ല അവിടെ. പിന്നെ ആൾക്കാരും അതേപോലെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ, സിലിക്കൺ വാലി കൾച്ചർ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടായിരുന്നു. ലൈക്ക് യു വിൽ ഫൈൻഡ് മില്യനേഴ്സ് കമ്മിങ് ഇൻ ലാംബോർഗിനി ഓർ ഫെറാറി ബട്ട് വെയറിങ് ലൈക്ക് ചപ്പൽ പോലത്തെ ഷോർട്സ് ആൻഡ് മോസ്റ്റ് കാഷ്വൽ യു ക്യാൻ തിങ്ക്. നമ്മൾ വിചാരിക്കും അവർ സൂട്ടും കോട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു, അങ്ങനെയല്ല. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടൊരു കൾച്ചർ ഷോക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് ഫ്യൂ മന്ത്സ്. വർക്ക് സ്റ്റൈൽ നോക്കുകയാണെങ്കിലോ, മേ ബി ഈവൻ ടുഡേ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴായാലും പോലും, അല്ലെങ്കിൽ അന്നത്തെ സിറ്റുവേഷൻ ആയാലും ശരി, എന്തായിരുന്നു മേജർ ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് കൾച്ചർ വൈസ്? മെജോറിറ്റി ആയിട്ട് ഞാൻ അവിടുന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഷോക്കായിട്ട് പല കാര്യങ്ങളുണ്ടായിരുന്നു. വളരെ ടാക്ടിക്കലായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു എലവേറ്ററിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന ആൾ നമുക്ക് അത് വെയിറ്റ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡോർ ഹോൾഡ് ചെയ്ത് തരും. നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, നമ്മൾ അടച്ചിട്ടങ്ങ് പോകും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ ഇവരെന്തിനും ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ അത് കൂടാതെ ഞാൻ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി ഒരു വലിയൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയും സിലിക്കൺ വാലിയെ പോലെ ഇവിടെ ബാംഗ്ലൂർ സിലിക്കൺ വാലി ഉണ്ടെന്നോ, അല്ലെങ്കിൽ മറ്റ് സിറ്റീസ് ഇസ് ദ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ട്. അതിനോട് അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സിലിക്കൺ വാലി, വാട്ട് മേക്സ് സിലിക്കൺ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി. അവിടെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്തിട്ട് ഫെയിൽ ചെയ്യാം. അതായത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഫെയിലർ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ സെലിബ്രേറ്റഡ്, ആസ് ഒപ്പോസ് ടു നമ്മളിവിടെ വളരെ ജഡ്ജ്മെൻ്റലായിട്ട് ക്രിട്ടിസൈസിങ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇവിടെ. അവിടെ അതില്ല. അതൊരു വലിയ കാര്യം ഞാൻ പഠിച്ചതാണ് അവിടെ. പിന്നെ അതേപോലെ തന്നെ ആൾക്കാർ കുറേയും കൂടെ ഒരു മാർക്കറ്റിംഗ് ഓറിയൻറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ദേ നോ ഹൗ ടു പാക്കേജ് തിങ്സ്. നമ്മുടെ ഇവിടെ ഒരു ഐഡിയ ആണ് ഏറ്റവും വലുതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? നമ്മൾ വിചാരിക്കും ഒരു ആർക്കും കിട്ടാത്ത ഒരു ഐഡിയ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അവിടെ ഐഡിയാസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് പാക്കേജ് ചെയ്ത് എങ്ങനെ സെല്ല് ചെയ്യുന്നു എന്നുള്ളതിലാണ് സക്സസ് ഇരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു കുറേ കൂടെ ബെറ്റർ ആയിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു, ഡിഫറെൻ്റ് ആയിട്ട് തോന്നി എന്നുള്ളതാണ് സത്യം. അവിടെ മോസ്റ്റ്ലി ഈ ഗ്രോത്ത് മാർക്കറ്റിംഗ് ആംഗിളായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് SEO ആംഗിളായിരുന്നു? ഗ്രോത്ത് മാർക്കറ്റിംഗ് ആ സമയത്ത് ഷോൺ എല്ലിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയാണ് ഗ്രോത്ത് ഹാക്കിംഗ് എന്നുള്ള ടേം തന്നെ കൊണ്ടുപോകുന്നത്. അപ്പം അതിനു മുമ്പ് SEO ആയിരുന്നു. SEO പതുക്കെ മാറി സോഷ്യൽ മീഡിയ വന്നപ്പോഴേക്കും അതും കൂടെ അതിൽ ഉൾപ്പെട്ടു. അത് രണ്ട് സ്ട്രീമും കൂടി വന്നതിന് ശേഷം പിന്നെയാണ് ഗ്രോത്ത് ഹാക്കിങ്ങിലോട്ട് വന്നത്. ഗ്രോത്ത് ഹാക്കിംഗ് ആക്ച്വലി
മാർക്കറ്റിംഗ് അല്ല, ഒരു പ്രൊഡക്റ്റിൻ്റെ അകത്തു നിന്നാണ് വരുന്നത്. പ്രൊഡക്റ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിച്ച് വിൽ ഹെൽപ്പ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലാണ് വന്നത്. അത് ഫസ്റ്റ് ഡ്രോപ്പ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. അവർ ഒരു ഇൻവിറ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺബോർഡിങ് സ്കീമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതായത് ഇഫ് യു ജോയിൻ ആൻഡ് ഇഫ് യു റെഫർ സംബഡി എൽസ് നിങ്ങൾക്ക് ഫ്രീ സ്പേസ് കുറച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യും മറ്റുള്ളവരെ. അതൊരു ഗ്രോത്ത് ഹാക്കായിരുന്നു. അത് പ്രൊഡക്റ്റിൻ്റെ അകത്ത് ചെയ്യുന്നൊരു ഗ്രോത്ത് ഹാക്കാണ്. SEOയിലോ കണ്ടന്റിലോ ഒന്നും വരുന്നതല്ല. പക്ഷെ പിന്നീട് അവിടുന്ന് തുടങ്ങി ഗ്രോത്ത് ഹാക്കിംഗ് ആൻഡ് ഗ്രോത്ത് marketing as such came up to be something നിങ്ങൾ ലൈക്ക് ഐ വിൽ സേ റോൾ അപ്പ് യുവർ സ്ലീവ്സ് ആൻഡ് ഡു എവറിത്തിങ് ദാറ്റ് യു ക്യാൻ ദാറ്റ് വിൽ മേക്ക് യു മണി എന്നുള്ളൊരു ലെവലിലോട്ട് എത്തി. അപ്പോൾ അതിൽ SEO ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്, പല പല കാര്യങ്ങൾ, PPC ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടോ ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടോ മാക്സിമം നമ്മൾ ഒരു ഓൺബോർഡിങ്ങും ആ ഒരു സെയിൽസും ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫൈനലി ഗ്രോത്ത് മാർക്കറ്റിംഗ് എന്ന് വരുന്നത്. ശരിക്കും ഓക്കെ. ഈ ഔട്ട് ഓഫ് ഡിജിറ്റൽ അല്ലാതെ റിയൽ വേൾഡിലുള്ള കുറെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നമ്മൾ കാണാറുണ്ടല്ലോ. സോ അങ്ങനത്തെ എന്തെങ്കിലും ക്യാമ്പയിൻസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നത്? കാരണം ഭയങ്കര രസമാണ് അങ്ങനത്തെ സ്റ്റോറീസ് കേൾക്കാൻ. ഞാൻ ദുബൈയിലായിരുന്ന സമയത്ത്, ദുബൈയിൽ ഞാനൊരു ഏജൻസി ആയിരുന്നു. സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ഇൻഫന്റ് സ്റ്റേജസിൽ ഫേസ്ബുക്ക് ഒക്കെ വന്നിട്ടേ ഉള്ളൂ ആ സമയത്ത് ഒരു മെർസിഡീസ് ബെൻസിന്റെ ഒരു ഗർഗാഷ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഡീലറാണ് അവർ. ബേസിക്കലി അവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രഷർ ഹണ്ട് പോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സോഷ്യൽ മീഡിയ പ്ലസ് ഫിസിക്കൽ സംഭവം. അതായത് സോഷ്യൽ മീഡിയയിൽ വിൽ ലീവ് ക്ലൂസ് ഓൺ വേർ ദീസ് ട്രഷേഴ്സ് ആർ ഹിഡൻ. ആൻഡ് ദുബൈൻ്റെ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ട് യു ഹാവ് ടു ഗോ ഇൻ യുവർ കാർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദീസ് ട്രഷേഴ്സ്, പിക്ക് ദം അപ്പ്, ആൻഡ് ഒരു ലെവൽ കഴിയുമ്പോഴേക്കും ദെൻ യു വിൽ ഗെറ്റ് സംതിങ്. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ ശരിക്കും അന്ന് ഈ പിക്കച്ചുവിൻ്റെ അറിയാവുന്ന എനിക്കറിയാം, ഡോറിമോൻ ഈ ഇപ്പോൾ ഉള്ള പോലെയല്ല, യു ക്യാൻ ഈ VR വെച്ചിട്ട് വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോലെയാണോ? അത് തന്നെ, അതിൻ്റെ ഒരു റൂഡിമെന്ററി വേർഷൻ ആ സമയത്ത്. അപ്പോൾ യു കുഡ് ഫിഗർ ഔട്ട് ലൈക്ക് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് കാണാം അവിടെ എന്തെങ്കിലും ഹിഡൻ ട്രഷർ, ഓഗ്മെന്റഡ് റിയാലിറ്റി. അപ്പോൾ അത് വെച്ചിട്ടൊരു ചെറിയ പരിപാടികളൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്. കാരണം അവിടുന്നൊക്കെ നമ്മൾ എന്തോരം മുന്നോട്ട് വന്നു എന്നുള്ളത് നോക്കുമ്പോഴേക്കും അതൊക്കെ ഭയങ്കര ചീപ്പ് പരിപാടിയായിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിരുന്നല്ലോ. പലപ്പോഴും തോന്നി ഈ മാർക്കറ്റിംഗ് എന്നുള്ളത് നമ്മുടെ തലയിലുള്ള കാര്യമാണെന്നുള്ളത്. ഈ ക്രിയേറ്റിവിറ്റി ആണ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫീൽ ചെയ്യാറുണ്ട്. ഈ സെയിൽസ് ഫോഴ്സ് ഉണ്ട്. സോ അവരുടെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ അവർ വായിച്ചിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ദേ ഡിഡ് വാസ് ഒരു കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ടാക്സി ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്തിട്ട് ആ കോൺഫറൻസിന് വരുന്ന ഗസ്റ്റ്സിനെ എല്ലാവരും, ഈ ടാക്സി ഡ്രൈവേഴ്സ് ആയിരിക്കും അവരെ കോൺഫറൻസ് വെന്യൂലേക്ക് കൊണ്ടുവരിക. ഇവർ ടാക്സി ഡ്രൈവേഴ്സിനെ എല്ലാം ഹയർ ചെയ്ത് അവരോട് സെയിൽസ് ഫോഴ്സിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞു ഈ ആളുകളോട്. സോ വാട്ട് ഹാപ്പൻഡ് വാസ് ആ കോൺഫറൻസിന് വരുന്ന ഡിസിഷൻ മേക്കേഴ്സ് എല്ലാവരും സെയിൽസ് ഫോഴ്സിനെ പറ്റി കേട്ടു. ഇറ്റ് ഹെൽപ് ദം ആക്ച്വലി. ഇവരെല്ലാവരും കമ്പനി ഫൗണ്ടേഴ്സ് ആണ്, ഡിസിഷൻ മേക്കേഴ്സ് ആണ്. സോ അത് ഡയറക്ട്ലി ഹെൽപ്പ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തോട്ട് പ്രോസസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. സോ എനിക്കൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും ഈ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് വരാം, കാരണം ദേ ആർ മോർ എക്സ്പോസ്ഡ് ടു ഇറ്റ്. ശരിയാണ്. അതിൽ ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് നമ്മളൊരു ടൂൾസ് വെച്ചിട്ടും അല്ലെങ്കിൽ ഡാറ്റ വെച്ചിട്ടും വളരെ ബോറിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെ ആൾക്കാരെ പിടിക്കാം എന്നുള്ള ഒരു ഐഡിയ ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും വരുന്നത്. അങ്ങനെയല്ല. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഒരു ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള, വളരെ സൈക്കോളജി അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയും മാർക്കറ്റിംഗ് ഇസ് ഹാഫ് ആർട്ട് ആൻഡ് ഹാഫ് മാത്ത് എന്ന് ഞാൻ പറയാറുണ്ട്. അതൊരു ക്രിയേറ്റീവ് ആൻഡ് റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ ബാലൻസിൽ പോകേണ്ട കാര്യമാണ്. ഇമോഷണൽ മാത്രമായിട്ടും കാര്യമില്ല, ഡാറ്റ മാത്രമായിട്ടും കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ്സ് ബെസ്റ്റ് ബ്രാൻഡ്സ്, ഇപ്പോൾ നൈക്കി ഫോർ എക്സാമ്പിൾ. നൈക്കി സെൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷൂസ് എന്നാണ് പലരും പറയുക, അല്ലേ? പക്ഷെ ദേ സെൽ വാട്ട് ഐ കോൾ എ സക്സസ്. ആ ഒരു ഇമോഷനാണ് അവർ സെൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആപ്പിൾ സെൽസ് എക്സലൻസ്, അതായത് ഒരു ഐഡന്റിറ്റി, എക്സലൻസിന്റെ ഒരു ഐഡന്റിറ്റിയാണ് അവർ സെൽ ചെയ്യുന്നത്. സ്റ്റാർബക്സ് ഡസൻറ്റ് സെൽ കോഫി, സ്റ്റാർബക്സ് സെൽസ് ദാറ്റ് ഹോൾ എക്സ്പീരിയൻസ് ഓഫ് നെറ്റ്വർക്കിംഗ്, വർക്കിംഗ്. അതാണ് അവരുടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറയിലെന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. ആ ഇമോഷൻ whom are you use that to connect with someone, and that someone, as long as that is your target audience, then you have that marketing done right, where you're connecting 2 points, A and B. A is your product and B is your target audience. ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ പറയുന്ന ഇമോഷൻ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ഏത് ഫോർമാറ്റിൽ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നോ, വീഡിയോ ഉപയോഗിക്കുന്നോ, ബ്ലോഗ് ഉപയോഗിക്കുന്നോ, ഇമെയിൽ ഉപയോഗിക്കുന്നോ എന്നുള്ളത്, വിച്ച് ഇസ് സെക്കൻഡറി or irrelevant in some cases even. As long as that emotion is the driving force and you have clarity
what you're selling, what is that emotion, what is that experience you're offering to your target audience, then rest of the things falls into place. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഓഫ്ലൈനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കോർ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ then everything falls into place. വെരി ട്രൂ. അതുപോലെ നമ്മൾ ഈ ഡിഫറെന്റ് പ്രോഡക്ട്സ് അല്ലെ സർവീസസ് ഓരോ നമ്മൾ ഓരോ അപ്രോച്ചല്ലേ എടുക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ മണി പറഞ്ഞ് കേട്ടിട്ടുണ്ട് സാസ് കമ്പനീസിന്റെ പറഞ്ഞ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ബട്ട് എങ്ങനെ ചെയ്യുന്നത് എന്റെ തലയിൽ വർക്ക് ആവില്ല. കാരണം നമ്മൾ കൺസ്യൂമർ പ്രോഡക്റ്റിൽ വർക്ക് ചെയ്യുന്നതും സാസിൽ വർക്ക് ചെയ്യുന്നതും വെരി ഡിഫറെന്റ്. സോ അതെങ്ങനെയാണ്? I think I've been lucky. കാരണം എന്താ വെച്ചാൽ like I told you, my career has been a bunch of experiments. ഞാൻ പല സ്ഥലത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ധ്രുവ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾസോ എ സാസ് കമ്പനി, പക്ഷെ അത് എന്റർപ്രൈസ് ആണ്. ലാപ്ടോപ്പ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ ആണത്. അതിന് വർക്ക് ചെയ്യുമ്പോഴേക്കുള്ള ഒരു ടെമ്പറമെന്റും മാനസികാവസ്ഥയല്ല നമ്മളൊരു ദുക്കാൻ പോലത്തെ D2C ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴേക്കും. കാരണം അവിടെ യു ആർ ടോക്കിംഗ് അബൌട്ട് ബിഗ് സ്കെയിൽ, യു ആർ ടോക്കിംഗ് അബൌട്ട് മില്യൺസ് ഓഫ് പീപ്പിൾ ബീങ് ഓൺ യുവർ വെബ്സൈറ്റ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ B2B ആണ്. അപ്പൊ അവിടെ നമ്മൾ ഒരാള് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന സാസ് ക്യാമ്പയിൻസ്, ഹാപ്പി ഫോക്സ് പോലത്തെ കമ്പനികൾ, അതൊക്കെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതാണ്. B2C അല്ല, എന്നാലും B2B ആണെങ്കിൽ പോലും അതിന് കുറച്ചും കൂടി ഒരു വയബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതെല്ലാം ട്രൈ ചെയ്തുകൊണ്ട് ഐ തിങ്ക് ഐ ഹാവ് ബീൻ ലക്കി ടു സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് തിങ്സ്. അപ്പം പലരും പറയും ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും PPC ആണെന്ന് കരുതുന്നവരുണ്ട്, PPC മാത്രമാണെന്ന് കരുതുന്നവരുണ്ട്. ഇപ്പോൾ പലരുടെയും വേറെ മെറ്റ ആഡ്സ് ആണ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കരുതുന്നവരുണ്ട്. അതല്ല, നമ്മളൊരു എപ്പോഴും ഒരു കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം. നമ്മൾ ഇന്ന് കാണുന്ന കസ്റ്റമർ ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ജേർണിയിലല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ തന്നെ നമ്മളൊരു ഫോൺ, ഇപ്പം നാളെ ഐഫോണിൻ്റെ പുതിയ മോഡൽ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓപ്പോൻ്റെ പുതിയ ഫോൺ വന്നു കഴിഞ്ഞാലോ നമ്മൾ പോയിട്ട് അതിൻ്റെ റിവ്യൂ നോക്കുന്നു. അത് നമ്മൾ ഒറ്റ ഒരു സിംഗിൾ ഷോട്ടിൽ നമ്മൾ ഒരിക്കലും ഡിസിഷൻ എടുക്കില്ല. നമ്മൾ ഗൂഗിൾ ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ചോദിക്കും, അല്ലെങ്കിൽ കോറയിൽ പോയി നോക്കും, നമ്മുടെ ട്വിറ്റർ ഫീഡിൽ ചോദിക്കും, ഒന്നും എല്ലാം കഴിഞ്ഞ അവസാനം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ്സിലോ ചോദിക്കും. അപ്പോൾ ഈ പല 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 ഹൂപ്സ് ആൻഡ് ലൂപ്സ് ജമ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. അതിന് ഒരുപക്ഷെ 6 ദിവസം എടുക്കാം, 30 ദിവസം എടുക്കാം, 90 ദിവസം എടുക്കാം. പല പല എൻട്രി പോയിന്റ്സ് ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാസ് കമ്പനീസിന്റെ പ്രത്യേകിച്ച് അവരുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ കസ്റ്റമർ ജേർണി നമ്മൾ എങ്ങനെ മാപ്പ് ചെയ്യും എന്നുള്ളതാണ്. പലരും ഇപ്പോൾ ഈവൻ ടുഡേ ട്രഡീഷണൽ ഒരു മെത്തേഡ്സ് വെച്ചിട്ടാണ് അത് ചൂസ് ചെയ്യുന്നത്. അതായത് ഗൂഗിളിൽ നിന്ന് വരുന്ന ഒരാൾ അപ്പം തന്നെ വാങ്ങിക്കും എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യുന്നത്. അതായത് ഗൂഗിളിൽ നിന്ന് ഒരാൾ ഓർഗാനിക് ആയിട്ട് വന്ന് സെർച്ച് ചെയ്താൽ, നമ്മുടെ വെബ്സൈറ്റ് കണ്ടാൽ, SEO ചെയ്ത് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സാധനം വാങ്ങിക്കും എന്നുള്ളതാണ് ഒരു അസംഷൻ. അങ്ങനെയല്ല, ഉടനെ അവർ തിരിച്ചു പോയിട്ട് ഒരുപക്ഷെ അവർ ചിലപ്പം PPCയിൽ നമ്മുടെ ബ്രാൻഡ് ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ പോകുമ്പോൾ ഒരു റീടാർഗറ്റിംഗ് ആഡ് കണ്ടിട്ടായിരിക്കാം. അങ്ങനെ പല ജമ്പുകൾ ചെയ്തിട്ടായിരിക്കാം അവർ ഫൈനലി ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇവരെ ട്രാക്ക് ചെയ്യും എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. അതിന് പല ടൂൾസ് ഉണ്ട്, പല പല രീതിയിലുള്ള ടൂൾസ് ഉണ്ട്, പല എൻ്റർപ്രൈസ് ലെവലിലുള്ളതുണ്ട്. ചെറിയ ടൂൾസുകൾ നമുക്ക് സ്റ്റിച്ച് ഓൺ ചെയ്തിട്ട് ഒരു ബാൻഡേഡ് സൊല്യൂഷൻ പോലെ ആക്കാം. അങ്ങനെ പല കപ്പാസിറ്റിയിൽ ചെയ്യുന്ന കമ്പനികളുണ്ട്. But at the core of it, it's to define that customer journey. Who is your customer in the first place? Second, അവരുടെ ജേർണി എന്താണ്? അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. എന്നോട് ചോദിക്കുക ആൾക്കാർ, നമ്മൾ ഏത് ചാനൽ എടുക്കണം, സോഷ്യൽ മീഡിയ ചെയ്യണോ, വീഡിയോ ചെയ്യണോ, അല്ലെങ്കിൽ SEOയിൽ ഫോക്കസ് ചെയ്താൽ മതിയോ? ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ, യു വിൽ ഹാവ് ടു ഫിഗർ ഔട്ട്. കാരണം നിങ്ങൾക്കൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അയാളെ കൊണ്ട് ഒരു ബൈയിങ് ഡിസിഷൻ എടുപ്പിക്കണം. അയാളാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്. ഇയാൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുവാണ്. ഇദ്ദേഹം ഏത് പാർട്ടിക്ക് പോകുന്നു, ഏത് ഷോപ്പിൽ പോയി സാധനം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ മറ്റേതെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വരെ പിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അയാൾ ഒരു പാർട്ടിക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ്, അതൊരു റേവ് പാർട്ടിയാണോ, അല്ലെങ്കിൽ ഒരു ഫാമിലി പാർട്ടിയാണോ, അല്ലെങ്കിൽ ഒരു ഹൗസ് പാർട്ടിയാണോ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാർട്ടിയിൽ പോകാം. ആ പാർട്ടിയിൽ പോയിട്ട് ഉടനെ നിങ്ങളുടെ ബിസിനസ് കാർഡ് എടുത്ത് അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വാങ്ങിക്കില്ല. But you could be the interesting person there in that party and get to know him from a very basic level. Then you befriend him. And then at some point of time, he might ask you, okay, what do you do, or what is your product? അപ്പോൾ നിങ്ങൾക്ക് പിച്ച് ചെയ്യാം. അപ്പോൾ ഇതൊരു ജേർണിയാണ്. അതിനൊരു എൻട്രി പോയിന്റ് ഉണ്ട്, മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് ഉണ്ട്. എപ്പോഴെങ്കിലും ആ ഹോട്ട് ലീഡ് എന്ന് പറയും സെയിൽസിന്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ലീഡ് ഹോട്ടായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ പിച്ച് ചെയ്താൽ മതി. അപ്പൊ ഈ ജേർണി മാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വാട്ട് വർക്ക്സ് ഫോർ യു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ നമ്മൾ ഇത്രയും ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമുക്ക് പറയാം ഓക്കെ what is more or better investment for you is maybe SEO and a little bit of social media. Or you could say your enterprise product and you could say don't at all focus on SEO, go for ads only. അല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മൾ പറയും go for YouTube only. ഒരാൾക്ക് നമുക്ക് പറയാം Instagram only. അല്ലെങ്കിൽ a mix of everything. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ. പല കമ്പനികളും ഇതറിയാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. എല്ലായിടത്തും എല്ലാം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ചെയ്തോട്ടോ, കുഴപ്പമില്ല. പറയാൻ പറ്റില്ല. അങ്ങനെ US എത്ര കാലം സ്പെൻഡ് ചെയ്തു? ഓൾമോസ്റ്റ് 10 years over there. ഞാൻ കൂടുതലും സ്റ്റാർട്ടപ്സ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. സിട്രിക്സ്, സൂപ്പർമണി, ധ്രുവ, ഹാപ്പി ഫോക്സ്, അങ്ങനെ പല സ്റ്റാർട്ടപ്സ് ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ വന്നാണ് അടുത്തൊരു ഫേസിലേക്ക് എത്തുന്നത്, ബാക്ക് ടു ഇന്ത്യ. എങ്ങനെയായിരുന്നു ബാക്ക് ടു ഇന്ത്യയുടെ? വാട്ട് ഇസ് ബാക്ക് ടു ഇന്ത്യ? ബാക്ക് ടു ഇന്ത്യ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ചുരുക്കി പറയാം. ബാക്ക് ടു India is a community where if you are an NRI who's willing to or wishing to come back to India at some point of time, 6 months or 6 years, we will help you make that process. കാരണം അതൊരു ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള, ആങ്സൈറ്റി ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് തിരിച്ച് നാട്ടിലോട്ട് വരിക എന്നുള്ളത്. ജോബ് കണ്ടുപിടിക്കൽ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കൽ, എവിടെ താമസിക്കും, കുട്ടികൾ എങ്ങനെ, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ആൻഡ് ഐ വെന്റ് ത്രൂ ദിസ്. സോ വെൻ ഐ സ്റ്റാർട്ടഡ് ഓർ വെൻ ഐ തോട്ട് അബൌട്ട് കമ്മിങ് ബാക്ക് ടു ഇന്ത്യ 2017 ഞാനൊരു സിംഗിൾ പേജ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഒരു ചെക്ക് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ഡു ഫോർ മൈസെൽഫ്. ഞാനത് ചുമ്മാ ഒരു വെബ്സൈറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷെ അത് പെട്ടെന്ന് വൈറലായി പോയി. ഒത്തിരി പേർക്ക് അതിൽ ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതേപോലെ ലെറ്റ്സ് ക്രിയേറ്റ് എ കമ്മ്യൂണിറ്റി ബിഹൈൻഡ് ഇറ്റ്, ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായതാണ് ബാക്ക് ടു ഇന്ത്യ എന്നുള്ളത്. സോ വി ഹെൽപ്പ് യു കം ബാക്ക് ടു ഇന്ത്യ. നമ്മളിപ്പോൾ 17,000 സബ്സ്ക്രൈബേഴ്സ് അല്ല, മെമ്പേഴ്സ് ഉണ്ട് നമുക്ക്. അതിലൊരു മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. ആൻഡ് വി ഗിവ് യു, ഇറ്റ്സ് നോട്ട് എ സർവീസ് ഓർ എ പ്രോഡക്റ്റ്, ഇറ്റ്സ് സംവെയർ ഇൻ ബിറ്റ്വീൻ, ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. സോ അതിൽ തിരിച്ച് വന്ന ആൾക്കാരുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് പല സിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ കൊച്ചിയിലൊരു ഗ്രൂപ്പുണ്ട്, ഹൈദരാബാദ് ഒരു ഗ്രൂപ്പുണ്ട്, ബാംഗ്ലൂർ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സിറ്റിയിലോട്ടാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബിൽഡേഴ്സിനെയും അവിടുത്തെ സ്കൂൾ ആൾക്കാരെയും അല്ലെങ്കിൽ അവിടുത്തെ ഓൺട്രപ്രനേഴ്സിനെയും ഇവരൊക്കെ കണക്ട് ചെയ്തിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടുന്ന് ആൻസർ ചെയ്ത് കിട്ടും. വിച്ച് ഇസ് ദ ബെസ്റ്റ് വാല്യൂ അല്ലേ. നമുക്ക് ഓൺലൈനായിട്ട് വായിക്കുന്ന കാര്യങ്ങളെക്കാളും കൂടുതൽ ഒരു ഇത് പ്രോസസ്സിലൂടെ വന്ന ഒരാളുടെ എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബാക്ക് ടു ഇന്ത്യ ചെയ്യുന്നത്. ഇറ്റ്സ് എ പാഷൻ പ്രൊജക്ട് ഓഫ് മൈൻ. ഞാൻ ഐ ഫീൽ ലൈക്ക് ഐ ഷുഡ് ഗിവ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി. ഞാൻ പലർക്കും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വദേശ് കണ്ടു SRK, അങ്ങനെയാണ് ഇൻസ്പയർ ആയത്. അപ്പം എനിക്കും തോന്നി നാട്ടിലോട്ട് തിരിച്ചു വരണം. അപ്പം ഞാൻ വരുന്ന വഴി ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുവരാന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയതേ. പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്തു, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതെ, അതും ഈ പറഞ്ഞ പോലെ ഒരു ലാലേട്ടനൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഹാപ്പനിങ് എന്ന് പറയുന്ന പോലെ അങ്ങനെ വന്നു പോയതാണ്. നമ്മളങ്ങനെ ഒരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിട്ടോ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചതല്ല. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ ഹോപ്പ്ഫുള്ളി കുറച്ച് പേരെങ്കിലും അത് യൂസ്ഫുൾ ആയിട്ട് കണ്ടേക്കാം എന്ന് കരുതി ഉണ്ടാക്കി. എൻ്റെ ഒരു ഫോർട്ടേ അതിലായതുകൊണ്ട് ഞാനത് കുറച്ച് ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അത് കയറിപ്പോയതാണെന്നാണ് മനസ്സിലായത്. എനിക്കൊന്ന് എല്ലാ ഫൗണ്ടേഴ്സിനുള്ള ഒരു വലിയ അഡ്വൈസ് എനിക്ക് പറഞ്ഞ കാര്യം, അതായത് കാശൊന്നും ഫോക്കസ് ചെയ്യാതെ നമ്മളുടെ ഒരു പ്രോബ്ലം, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അഡ്രസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സിമിലർ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ദേ മൈറ്റ് ബി യുവർ കസ്റ്റമേഴ്സ്. വിച്ച് ഇസ് ദ ഈസിയസ്റ്റ് വേ ടു ക്രിയേറ്റ് എ പ്രൊഡക്റ്റ്. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു ഡു എ മാർക്കറ്റ് സ്റ്റഡി, ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ ഹോൾസ് ദാറ്റ് യു ഹാവ് ടു പ്ലഗ്. നേരെ മറിച്ച് നമ്മൾക്കുള്ള ഒരു പ്രോബ്ലം അത് ചിലപ്പോൾ യുണീക്ക് ആയിരിക്കാം. അതേപോലത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു ഡാറ്റ സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ടാവാം. അപ്പം നിങ്ങളുടെ പ്രോബ്ലംസ് തന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ദർ വിൽ ബി 5 people who will resonate with you and say that boss, this is good. അപ്പോൾ that is an easier way. മാർക്കറ്റിംഗിൽ നീഷ് ഡൗൺ എന്ന് പറയുന്ന പോലെ യെസ്, അത് നാച്ചുറലി നടക്കും, നാച്ചുറലി വരുന്നതാണ്. പിന്നെ അവിടുന്ന് പ്രോഗ്രസ് ചെയ്ത് നമുക്ക് സ്കെയിൽ ചെയ്യാവുന്നതാണ്.